ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. ഈ ഒരു സെഷനിൽ നമ്മൾ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ +1 ഫിസിക്സിൻ്റെ മോഡൽ എക്സാം 2022 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് 1 തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ നിർബന്ധമായിട്ട് ഇത് കാണാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിലെന്ത് ചെയ്യും, വീണ്ടും ഒരു പാർട്ടും കൂടെ ആക്കുന്നുണ്ട്. നല്ല ലെങ്ത് ആണ്, കൂടുതൽ റിലേറ്റഡ് ഫാക്റ്റുകൾ പറയുന്നുണ്ട്. മക്കളെ, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസിലൂടെ ടോപ്പിക്സ് പഠിക്കാൻ നോക്കുക. എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. നിങ്ങൾ പഠിച്ചത് മാത്രം കൊണ്ട് +1 ഫിസിക്സ് ആയാലും +2 ഫിസിക്സ് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ പഠിക്കാൻ വേണ്ടി പറയുന്നത്. ഇനിയുള്ള വീഡിയോസിലായിട്ട് ഓരോ ചാപ്റ്ററിലെയും ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് ടോപ്പിക്സ് കവർ ചെയ്യാനും പോകുന്നുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് പെട്ടെന്ന് ഡിസ്കസ് ചെയ്യാം. ലാസ്റ്റ് വീഡിയോയിൽ 10 ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ 11ാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു മോഡൽ എക്സാമിന് ചോദിച്ചത്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് കിട്ടും. മോഡൽ എക്സാമിന് ഇതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത് 2022 കേട്ടോ. ദ ട്രിപ്പിൾ പോയിന്റ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് -56.6 ഡിഗ്രി സെൽഷ്യസ്. എക്സ്പ്രസ് ദിസ് ടെമ്പറേച്ചർ ഓൺ ഫാരൻഹീറ്റ് സ്കെയിൽ. അപ്പോൾ ഏതാ ചാപ്റ്റർ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കാവൂ, തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിൽ ടെമ്പറേച്ചർ സ്കെയിൽസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ് ചോദിച്ചത്. അപ്പോൾ സെൽഷ്യസിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ഫാരൻഹീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. TF എന്താണ്? ഫാരൻഹീറ്റിലെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9/5 TC + 32 ആണല്ലേ. ഓക്കെ, സെൽഷ്യസിലെ ടെമ്പറേച്ചറിന് 9/5 ഉണ്ട്. അതായത് ഇവിടെ എന്ത് വരും? 9/5 ഇൻറ്റു -56.6 ഡിഗ്രി സെൽഷ്യസ്. അത് -56.6 + 32. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം, +32 കൊണ്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കട്ടോ. എത്രയാണ് ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ആ ഇക്വേഷൻ പഠിക്കണം. കൺവേർഷൻ ഓഫ് സെൽഷ്യസ് ടു ഫാരൻഹീറ്റ്, തിരിച്ച് ഫാരൻഹീറ്റ് ടു സെൽഷ്യസ്, അതുപോലെ കെൽവിൻ ടു സെൽഷ്യസ്, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും കൺവേർഷനുകൾ പഠിച്ചു വെക്കുക റിലേറ്റഡ് ആയിട്ട്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 12 വന്നിരിക്കുന്നത് സ്റ്റേറ്റ് ദ ലോ ഓഫ് ഇക്യു പാർട്ടീഷൻ ഓഫ് എനർജി. ചാപ്റ്റർ ഏതാണ്? കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് ആണല്ലേ. നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഒരു കാര്യമാണ് ലോ ഓഫ് ഇക്യു പാർട്ടീഷൻ ഓഫ് എനർജി, പ്രഷർ ഓഫ് എൻ ഐഡിയൽ ഗ്യാസ്, കൈനറ്റിക് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ടോട്ടൽ എനർജി ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3/2 kBT ആണ്. ഈ 3/2 kBT 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിന് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഒരാൾക്ക് കിട്ടുന്നത് 1/2 kBT. ഇതാണ് അതിൻ്റെ വളരെ സിമ്പിളായിട്ടുള്ള ഡെഫിനിഷൻ. 1/2 kBT ആണ് 1 ഡിഗ്രി ഓഫ് ഫ്രീഡത്തിന് കിട്ടുന്ന എനർജി കേട്ടോ. ദെൻ ഗോയിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 13. ഇക്വേഷൻ ഫോർ വെലോസിറ്റി ഓഫ് SHM തന്നിട്ടുണ്ട്. -a ഒരു -ω sin ωt + 5. ഫൈൻഡ് ദ എക്സ്പ്രഷൻ ഫോർ ആക്സലറേഷൻ ഓഫ് SHM. അപ്പോൾ വെലോസിറ്റി ഓഫ് SHM തന്നിട്ടുണ്ട്. ആക്സലറേഷൻ ഓഫ് SHM ആണ് കണ്ടുപിടിക്കേണ്ടത്. ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. അപ്പോൾ തന്നിരിക്കുന്ന വെലോസിറ്റിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ ഇതാണ്, -ω²a. സൈന് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ cos ω ആയിരിക്കും. അപ്പോൾ cos ωt + 5 ഉണ്ടാവും ഇൻറ്റു ω. അപ്പോൾ ω ഇൻറ്റു ω²a ആയതാണ് കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ ഇൻ ടേംസ് ഓഫ് എക്സ് പറയുമ്പോൾ a = ആര് എന്ന് എഴുതാം? -ω²x അല്ലെങ്കിൽ x(t) എന്നൊക്കെ നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഗ്രാഫും വെലോസിറ്റിയും SHM ആ ഭാഗം നിർബന്ധമായിട്ടും പഠിക്കേണ്ടതാണ്. വെലോസിറ്റി, ആക്സിലറേഷൻ, അവരുടെ ഗ്രാഫ് കേട്ടോ. ദെൻ ഗോയിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 14. വാട്ട് ഈസ് മെൻ ബൈ സ്റ്റാൻഡിങ് വേവ്സ്? നമ്മുടെ ഫൈനൽ ചാപ്റ്റർ വേവ്സിൽ നിന്ന് സ്റ്റാൻഡിങ് വേവ്സ് എപ്പോഴാണ്? എന്താണ് സ്റ്റാൻഡിങ് വേവ്സ്? അപ്പോൾ സ്റ്റാൻഡിങ് വേവ്സ് എന്ന് പറഞ്ഞാൽ 2 വേവ്സ് ഹാവിങ് സെയിം ആംപ്ലിറ്റ്യൂഡ്, സെയിം ഫ്രീക്വൻസി, ബോത്ത് ആർ ട്രാവലിംഗ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷനോട്ട്. പറയുന്നൊക്കെ നോട്ട് ചെയ്ത് വെക്കണേ. നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. ഓക്കെ, ഇങ്ങനെ ജയിക്കാൻ വേണ്ടി വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇത് പഠിക്കുന്നത് നല്ല മാർക്ക് ജയിക്കൽ മാത്രമല്ല നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഏതൊരു ലെവലുള്ള ആൾക്കാർ, നല്ല ടോപ്പ് ആവട്ടെ, ഓക്കെ ജസ്റ്റ് പാസ്സാവാൻ തന്നെ ബുദ്ധിമുട്ടുള്ള ആളാവട്ടെ, ഈ ഒരു രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ മാക്സിമം സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. അപ്പോൾ എപ്പോഴാണ് സ്റ്റാൻഡിങ് വേവ് ഉണ്ടാവുക? 2 വേവ്സ് ഹാവിങ് സെയിം ആംപ്ലിറ്റ്യൂഡ്, സെയിം ഫ്രീക്വൻസി, ബട്ട് ആർ ട്രാവലിംഗ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. നമുക്ക് എന്താണ്, അവർ ഓവർലാപ്പ് ചെയ്യുന്ന സമയത്ത് മോഡുകളുണ്ടാവും. അതായത് നോഡ്സ്, ആൻറ്റി നോഡ്സ്, മാക്സിമം ആംപ്ലിറ്റ്യൂഡ്, മിനിമം ആംപ്ലിറ്റ്യൂഡുള്ള പൊസിഷൻസ് ഉണ്ടാകും. അതാണ് മോഡ്സ് എന്നറിയപ്പെടുന്നത്. അങ്ങനെ വേവ്സ് ഉണ്ടാകുന്നതാണ് സ്റ്റാൻഡിങ് വേവ്സിൻ്റെ ഔട്ട്ലൈൻ പറയും. അപ്പോൾ അതിൻ്റെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷൻ ഉണ്ട്. ഒന്ന് പറ്റുമെങ്കിൽ ഒന്ന് പഠിച്ചു നോക്കുക. ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷൻ y = y of xt = 2a sin kx cos ωt എന്ന് പറയുന്ന ഈ ഇക്വേഷൻ ഒന്ന് പഠിച്ചു നോക്കണം കേട്ടോ. ഓക്കെ, ദെൻ ഗോയിങ് ടു നമ്മൾ 2 മാർക്കിൻ്റെ സെഷൻ കഴിയുന്നു. ദെൻ ഗോയിങ് ടു 3 മാർക്കിൻ്റെ സെഷനിലേക്ക് പോവുകയാണ്. 15 to 22 അതിൽ 6 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് എഴുതേണ്ടത്. അപ്പോൾ ആ 3 മാർക്കിൻ്റെ സെഷൻ എഴുതുമ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ 6 × 3 18 മാർക്കാണ് കിട്ടുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 15 ഇതാണ്. ദ കറക്റ്റ്നെസ് ഓഫ് ഇക്വേഷൻസ് ക്യാൻ ബി ചെക്ക്ഡ് ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻ. സ്റ്റേറ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻ. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൽ നിന്നും. ഓക്കെ, നമുക്ക് LHSലെ ഡയമെൻഷൻ, RHSലെ ഡയമെൻഷൻ സെയിം ആയിരിക്കും. അതുപോലെ സെയിം ഡയമെൻഷനുള്ള ആൾക്കാർ മാത്രമേ അഡീഷൻ ചെയ്യാനും ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും ഒക്കെ പറ്റുള്ളൂ എന്നുള്ള കാര്യം പഠിക്കുക. അതിൻ്റെ കൂടെ പറ്റുമെങ്കിൽ ഒന്ന് എക്സ്ട്രാ ഒരു ടഫ് വരികയാണ് ലിമിറ്റേഷൻസ് കൂടെ എന്ന് അറിഞ്ഞിരിക്കുക. ലിമിറ്റേഷൻസ് ഓഫ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓർ ഡയമെൻഷണൽ അനാലിസിസ് ആണ് കേട്ടോ മറ്റൊരു പേര്. എന്നിട്ട് താഴെ തന്നിരിക്കുന്നു ½ mv² mgh എന്ന് പറയുന്നൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കറക്റ്റ് ആണോ ഇല്ലയോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയുന്ന വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ LHSും കൈനറ്റിക് എനർജിയാണ്, RHS പൊട്ടൻഷ്യൽ എനർജിയാണ്. അത് കറക്റ്റ് കിട്ടും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഒന്ന് വർക്കൗട്ട് ചെയ്യുക. പ്രീവിയസ് വന്ന ക്വസ്റ്റ്യൻ തന്നെ കോപ്പി പേസ്റ്റ് ആയിരുന്നു അത്.
ക്വസ്റ്റ്യൻ നമ്പർ 16 രണ്ട് പാർട്ട് ഉണ്ട്. അതിൽ ഫസ്റ്റ് പാർട്ട് ഡ്രോ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ യൂണിഫോംലി ആക്സിലറേറ്റഡ് ഒബ്ജക്റ്റ്. സ്ഥിരം ക്വസ്റ്റ്യൻ. വെലോസിറ്റി ടൈം ഗ്രാഫ് യൂണിഫോംലി ആക്സിലറേറ്റഡ് പോസിറ്റീവ് യൂണിഫോം ആക്സിലറേഷൻ്റെ ആ ഒരു ഗ്രാഫ് ഒന്നാണ് നോർമലി കാണിച്ചു കൊടുക്കുക. ഉണ്ട് അതിൽ ബി പാർട്ട് ചോദിക്കുന്നത് ഈ ഒരു ഗ്രാഫ് യൂസ് ചെയ്ത് നിങ്ങൾ വരച്ച ഗ്രാഫ് തെറ്റ മാർക്കറ്റിൽ ഈ ഒരു ഗ്രാഫ് യൂസ് ചെയ്തിട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കണം ഇൻ ടൈംസ് ഓഫ് ഇനീഷ്യൽ വെലോസിറ്റി V0 ആൻഡ് ആക്സിലറേഷൻ എ. അതാണ് ഇത് എക്സ് ഇസ് ഈക്വൽ ടു V0t പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ അല്ലെങ്കിൽ എസ് ഇസ് ഈക്വൽ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയറിൻ്റെ ഡെറിവേഷൻ ചെയ്ത് പഠിക്കാട്ടോ. നമ്മൾ ട്രപ്പീസിയത്തിൻ്റെ ഏരിയ ഒക്കെ ചെയ്യുന്നില്ലേ, ആ ഒരു ഏരിയയിൽ നമ്മൾ ആ ഒരു ഏരിയ കണ്ടുപിടിക്കും. ട്രയാങ്കിളിൻ്റെ ഏരിയ, റെക്റ്റാങ്കിൾ ഏരിയ, രണ്ട് ഏരിയയും കൂടി സമ്മപ്പ് ചെയ്യുന്ന ആ ഒരു കേസ് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 17. അപ്പോൾ സ്ട്രേറ്റ് ലൈൻ നിന്നാണ് 16ാമത്തെ ക്വസ്റ്റ്യൻ വന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 17, ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ റിസൾട്ടൻറ്റ് ഓഫ് 2 വെക്ടേഴ്സ് എ വെക്ടർ ആൻഡ് ബി വെക്ടർ ഇൻ ടേംസ് ഓഫ് ദിയർ മാഗ്നിറ്റ്യൂഡ്സ് ആൻഡ് ആംഗിൾ തീറ്റ ബിറ്റ്വീൻ ദം. ഞാൻ കുറച്ച് സ്പീഡിൽ പോയി ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, കാരണം നല്ല ലെങ്തി ആവുന്നതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളെ സൗകര്യപ്രദം മെല്ലെ പോസൊക്കെ ചെയ്ത് മെല്ലെ കണ്ടാൽ മതി. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയാം, ഇങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം. മാഗ്നിറ്റ്യൂഡ് ഓഫ് റിസൾട്ടൻറ്റ് ഓഫ് 2 വെക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാരാണ്? ആംഗിൾ എയും ബിയും തമ്മിലുള്ള ആംഗിൾ തീറ്റ ആണെങ്കിൽ അതാരാണ്? പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷനിൽ R ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. ഞാൻ തൊട്ട് മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഓരോ ചാപ്റ്ററിനെ ക്വസ്റ്റ്യൻസ് രൂപത്തിൽ പഠിക്കാം. അത് നമുക്ക് ലേറ്റർ ഇനി വരുന്നുണ്ട്, വീഡിയോസുകളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡെറിവേഷൻ കൂടി ആ സമയത്ത് പറയും. ഓരോ ടോപ്പിക്സ് നിങ്ങൾക്ക് എന്താ വേണ്ടത് അത് രീതിയിൽ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ ഡെറിവേഷൻ കാര്യങ്ങൾ സ്റ്റെപ്സ് തന്നെ പറയുന്നുണ്ട്. പിന്നെ ഫൈനൽ ആൻസർ മാത്രമാണ് എഴുതിയിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 18. അപ്പോൾ മോഷൻ എ പ്ലെയിൻ എന്നാണ് 17th ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 18 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ മാസ് റെസ്റ്റ് ഓൺ എ ഹൊറിസോണ്ടൽ പ്ലെയിൻ. ദ പ്ലെയിൻ ഈസ് ഗ്രാജുവലി ഇൻക്ലൈൻഡ് വിത്ത് ദ ഹൊറിസോണ്ടൽ അണ്ടിൽ ദ മാസ് ജസ്റ്റ് ബിഗിൻ ടു സ്ലൈഡ്. ഫൈൻഡ് ആൻ ഇക്വേഷൻ ഫോർ ദ കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ബ്ലോക്ക് ആൻഡ് ദ സർഫേസ്. ടോപ്പിക് ഏതാണ്? ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ഓർ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്ന ഭാഗം അല്ലേ. അപ്പോൾ മ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ലാംഡ. ഓക്കെ, അവിടെ നമ്മൾ നോർമലി ലാംഡയാണ് കണ്ടു. ടാൻ ലാംഡ ഈസ് ഈക്വൽ ടു ആ ഒരു കേസ് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് മ്യൂസ് ഈസ് ഈക്വൽ ആരാണ് വരിക? ടാൻ ഇൻവേഴ്സ് ഓഫ് തീറ്റ ഓർ ടാൻ ഇൻവേഴ്സ് ഓഫ് ലാംഡ എന്ന് പറയുന്ന ആ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കറിയണം. ഓക്കെ, അപ്പോൾ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ്റെ കേസിലും ആംഗിൾ ഓഫ് ഫ്രിക്ഷനും ആവട്ടെ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ആവട്ടെ ബോത്ത് ആർ സെയിം ആണ്. രണ്ടിൻ്റെ ഇക്വേഷൻ എന്താ വരിക? തീറ്റ തീറ്റ ഇസ് ഈക്വൽ ടു ആരാണ് വരിക? ടാൻ ഇൻവേഴ്സ് മ്യൂസ് ആണ്. ഓക്കെ, ടാൻ ഇൻവേഴ്സ് മ്യൂസ്. അപ്പോൾ മ്യൂസ് ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ വരുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു ഡെറിവേഷൻ ഫ്രം ലോസ് ഓഫ് മോഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 19 പോകുന്നു. ഫൈൻഡ് ദ ആംഗിൾ ബി. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാന്നുള്ളതാണ് കേട്ടോ ഈ വീഡിയോയുടെ ഉദ്ദേശം. ഫോഴ്സും തന്നു, ഡിസ്പ്ലേസ്മെൻറ്റും തന്നിട്ടുണ്ട്. എന്ത് കണ്ടുപിടിക്കണം? ആംഗിൾ കണ്ടുപിടിക്കണം. എഫ് വെക്ടറും ഡി വെക്ടറും തന്നു. ആംഗിൾ കണ്ടുപിടിക്കാൻ ഏറ്റവും നല്ല ഇക്വേഷൻ ഏതാണ്? തീറ്റ ഇസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് എ വെക്ടർ ഡോട്ട് ബി വെക്ടർ ഡിവൈഡ് ബൈ മോഡുലസ് എ വെക്ടർ മോഡുലസ് ബി വെക്ടർ കേട്ടോ. അപ്പോൾ ഹാൻഡ് റൈറ്റ് ക്ലിയർ ആണെങ്കിലും പറയുന്നു ശ്രദ്ധിക്കട്ടോ. അതാണ് നോർമലി ആ ഇക്വേഷൻ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും? ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം, കാരണം നല്ല ലെങ്തി ആവുന്നുണ്ട്. സോ ഇന്നെടുത്ത കാര്യങ്ങൾ നല്ലോണം ഇരുന്ന് പഠിക്കുക. സോ സീ നെക്സ്റ്റ് സെഷൻ. ഓക്കെ മക്കളെ.